എൻ്റെ മക്കളെ കുറേ ഈ ജീവിത പ്രശ്നങ്ങളെ അവനെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ, പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാകാൻ. ഇപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത്? അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം. പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി, നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവസ്നേഹം ഉണ്ടാകണം, ദൈവവിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. ലൂക്ക 10:26 അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത്, അതായത് വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്താ വായിക്കുന്നു? അതാണ് പ്രശ്നം. വാട്ട് യു മീൻ ഇറ്റ്. അതെ, വചനത്തിൽ എന്ത് എഴുതിയാലുവേ ഓരോ അണ്ണന്മാരത് എങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ? ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവർ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ചില പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യപ്പോൾ തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ? കാര്യം ഇതാണ് വിധി എന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷനായി പോകും ആൾക്കാർ. അപ്പോൾ അവർക്ക് അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ സുഖം പ്രാപിപ്പിക്കും നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് മെഴുകിയിരിക്കുകയും. അപ്പോൾ അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ തലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവൻ്റെ അവബോധ തലത്തിൽ അവൻ പറയണത് സുഖം പ്രാപിച്ച് എൻ്റെ വിധി കിടക്കണമെന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, തീരണം നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവുന്നത്. അതിന് ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ യേസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുന്നത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്താൽ ഉടനെ പ്രാർത്ഥനയിൽ പൊരി ഉണ്ടാവും, പ്രാർത്ഥനയുടെ സ്പാർക്ക് ഉണ്ടാവും. അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം എനിക്ക് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമൊക്കെ പറയത്തില്ലേ? അതാണ് ഈ സാധനം, പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം ഉണ്ടല്ലോ, വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാനുള്ളത്, എപ്പോഴും വായിക്കണമെന്നാണ് ഞാൻ നിങ്ങൾ പറയണത്. നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഇപ്പോൾ ഞാനിപ്പോൾ കുറേ നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു, ഞാൻ കണക്ക് നിറയുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കണക്ക് നിറയുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടാകും. ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ട് ഹരിച്ച് കുടിച്ച് നോക്കിയിട്ട് കുഴപ്പം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശോ പറയാൻ തുടങ്ങി, ഈശോയെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണം. ഇപ്പോഴത്തേക്കാളും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോഴത്തേക്കാൾ ഇതിന് ഒരു ആത്മീയത അനുഭവത്തിൽ അറ്റുമാർദ്ദിയില്ലേ? അത് നമ്മൾ കുറേ ക്ലേശത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത്. അല്ല, നിങ്ങളൊക്കെ ഓർക്കുന്നത് ഇതിൻ്റെ ക്ലേശം കഴിയട്ടെ. ചില ആൾക്കാർ ഉടമ്പടി തീരുമാനിച്ചിട്ട് പോകും. എന്നിട്ട് ഞാൻ ചേച്ചി ഉടമ്പടി എടുത്തേ കത്തിച്ച് തികച്ചിട്ടില്ല, അത് മകൾ പ്രസവിക്കാമെന്ന് നിൽപ്പുണ്ട്. അവളുടെ പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേ കത്തിക്കായിരിക്കും. എന്ത് പറയാനാണ് കാര്യം? നമ്മളത് കടലിലെ വെള്ളമെല്ലാം തിരയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് വലിയവർക്കും കടലിൽ കുളിക്കാൻ പറ്റുക? ആ തിരയിലാണ് ആൾക്കാർ കുളിക്കുന്നത്, പ്രശ്നങ്ങളിലാണ് പ്രാർത്ഥന. പ്രശ്നവും കൂടാം, പ്രാർത്ഥന ഉണ്ടാവും, അത് രണ്ടും ഒരുമിച്ച് പോകും.